നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ വിരാട് സ്വരൂപ വർണ്ണനമെന്ന 6-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോർനഘാസ്തേ ഹസ്ത്യുഷ്ഠസൈന്ധവമുഖാഃ ഗമനന്തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോഃ നഖാഃ തേ ഹസ്ത്യുഷ്ഠസൈന്ധവമുഖാഃ ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. തേ ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോഃ നഖാഃ ഹസ്ത്യുഷ്ഠസൈന്ധവമുഖാഃ ഗമനം തു കാലഃ ഹേ കരുണാംബുധേ തേ വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം വിപ്രാതിവർണഭവനം ച ഭവതി. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അല്ലയോ ഭഗവൻ, മൃഗങ്ങൾ അങ്ങയുടെ ജഘനത്തിൻ്റെ പിൻഭാഗവും ഒട്ടകം, ആന, കുതിര മുതലായ മൃഗങ്ങൾ അങ്ങയുടെ കാൽനഖങ്ങളുമാകുന്നു. കാലശക്തിയാകുന്നു അങ്ങയുടെ ഗമനം, നടത്തം. അല്ലയോ കാരുണ്യസാഗരമേ, അങ്ങയുടെ മുഖാംബുജം, കരങ്ങൾ, മനോഹരങ്ങളായ ഇരുതുടകൾ, കാലുകൾ എന്നിവയാകട്ടെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈദ്യർ, വൈശ്യർ, ശൂദ്രർ എന്നീ വർണ്ണഭേദങ്ങളുടെ നിവാസ സ്ഥാനവുമാകുന്നു. ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.